ഹലോ ഗൈസ്, നമുക്ക് ബ്ലോഗ് ഉണ്ടാക്കാൻ ഈ ട്രെൻഡ് എങ്ങനെ പോയത്. പക്ഷെ ഇന്നാണ് ഇത് ചെയ്യാൻ വിചാരിച്ചത്. നമുക്ക് അതിലോട്ട് തന്നെ കിടക്കാം. അപ്പം അതിനായിട്ട് ഞങ്ങളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുക്കിംഗ് വീഡിയോ നോക്കാം കേട്ടോ. ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗള് ഒരു കഴുകി ഒരു ഗ്ലാസ് ബൗളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി കോൺഫ്ലവർ എടുക്കാം. കോൺഫ്ലവർ ഇനി നമ്മൾ കുറച്ച് കളറൊക്കെ ആഡ് ചെയ്യും കേട്ടോ. കുറച്ച് നമുക്ക് ഇഷ്ടമുള്ളത്ര ആഡ് ചെയ്യാം. അപ്പം ഇവിടെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. എത്ര ആഡ് ചെയ്യണം അത്ര അതിൻ്റെ കുറച്ച് കൺസിസ്റ്റൻസിയിൽ വെള്ളം അത്രയ്ക്ക് ഒഴിച്ചാൽ മതി. നമുക്കിനി വേണമെങ്കിൽ നമുക്ക് ഉരുളക്കിന് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതിന് കമത്തി അടിക്കാനും പറ്റില്ല. ഇത് കണ്ട, ഇതാണ് അപ്പം ഇപ്പോഴത്തെ കോൺഫ്ലവറിൻ്റെ അവസ്ഥ. ഇത്രയാണ് ഞാൻ അപ്പം എടുത്തിരിക്കുന്നത്. അപ്പം ഫുള്ള് വീണ് നമുക്ക് തുടയ്ക്കാം. നമുക്ക് ഈ തുണി വെച്ചങ്ങനെ തുടയ്ക്കാം. ബാമ്പുവിൻ്റെ കാണാനില്ല. അങ്ങനെ ഞാൻ ബാമ്പുവിൻ്റെ തുടച്ച് നോക്കിയിട്ട് അതൊക്കെ നമുക്ക് ഇതിന് വെച്ചിട്ട് ഇത്രയൊക്കെയാണ് ഞാൻ വെച്ചത്. ഇനി നമുക്കിത് ബാറ്ററായിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. കുറച്ച് വെള്ളം എടുക്കുക. ഒരു കപ്പിൽ കുറച്ച് വെള്ളം ചേർക്കുക. ഇതുള്ളതുകൊണ്ട് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം സ്പൂൺ വെച്ച് മിക്സ് ആക്കി കൊടുക്കുക. നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം വെള്ളം കൊടുത്തപ്പോൾ മുട്ട അരയ്ക്കാൻ വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് 2 സ്പൂൺ വെള്ളം എടുത്ത് ഒഴിച്ച് നല്ലപോലെ ഇട്ട് കട്ടിക്കങ്ങോട്ടിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബ്ലോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല രസമുണ്ട്. ഇത് ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം തന്നെ ചെയ്യണം. സോഫ്റ്റ്. കുറച്ചും കൂടെ വെള്ളം, ഇത് കുറച്ച് ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിൽക്കൂല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കട്ടിയാണ്. കെട്ടിക്കെട്ടായിട്ട് കുറേ വട്ടം യൂട്യൂബിൽ ബ്ലോഗ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ചെയ്തത് ഫ്ലോപ്പ് ആയിപ്പോയി. കാരണം അത് മൈദ വെച്ചിട്ട് ഞാൻ ചെയ്ത് മൈദ വെച്ചിട്ടല്ല, കുറച്ച് വെള്ളം ഒഴിപ്പ് കോൺഫ്ലവർ കുറഞ്ഞും പോയി. പക്ഷെ ഇത് ഇത്ര കറക്റ്റാണ്. അത് ആ എണ്ണത്തിന് ഇത് കേട്ടോ ബെസ്റ്റ്. ഇനി കുറച്ച് നമുക്കിനി കളിക്കാവുന്നത് തന്നെയാണ്. നോക്കിക്കോ, നല്ല കട്ടിയുണ്ട്, നല്ല റിലീസ് ആവുന്നുണ്ട്. പക്ഷെ ഇച്ചിരി കൂടെ കണ്ട ഇത്ര തന്നെ കയ്യിൽ പോയി. പക്ഷെ ഇത് എടുക്കുമ്പോൾ നല്ല സ്മൂത്ത് ആവണുണ്ട്. കണ്ട, നല്ല കൊള്ളാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. മാത്രം ഇച്ചിരി സക്സസ് ആയിട്ടുണ്ട്. പക്ഷെ ഒന്നും എനിക്ക് ഇതുവരെയായിട്ട് സക്സസ് ആയിട്ടില്ല. അപ്പം നമുക്ക് കുറച്ച് പെയിന്റും കൂടെ എടുത്തോണ്ട് വരാം. അപ്പം ഞാൻ എൻ്റെ ആക്രിലിക്കൽ പെയിന്റ് എടുത്തിട്ടുണ്ട്. വെയിറ്റ് മുട്ട ഓഫ് ചെയ്യണം. ഈ മുട്ട ഇനിയിപ്പം എന്ത് ചെയ്യും നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം നമുക്കിനി അത് ഇഷ്ടമുള്ള കളർ ഞാൻ ഇപ്പോൾ കൊടുക്കുകയാണ്. എന്താ റിലീസ് ആവുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് കയ്യിൽ വീണ്ടും ഒട്ടിയിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങോട്ടെടുത്ത് നല്ല സ്മൂത്ത് ഉണ്ട് കയ്യിൽ. അപ്പം ഞാൻ ഈ കളർ റെഡ് കൊടുക്കാം. റെഡ് കുറച്ച് കൊടുത്താൽ, കാരണം ഇപ്പം എൻ്റെ ഇത്തിരി പൂരേ ഉള്ളൂ. പൂര കൊടുത്താൽ മതി. കുടിപ്പേ ഇത്രയൊക്കെ വേണം കേട്ടോ. എൻ്റെ ഫുഡ് കളറില്ല, തീർന്ന്. അപ്പം ഇതൊക്കെ ഇതാണ് വെച്ചിട്ട് ഞാൻ റെഡ് കളറാണ്. അത് തിന്നാനൊന്നും അല്ലല്ലോ. അപ്പം അവർക്ക് റെഡ് കളർ ഇത് തന്നെ വേണം. നെക്സ്റ്റ് ഈ സ്പൂണിൽ റെഡ് കളർ ആവുമോ? ഈ സ്പൂൺ വെച്ച് ചെയ്ത് നോക്കാം. ഭയങ്കര കട്ടി, ഞാൻ ഇത് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഉരുളക്കിൻ്റെ കോല് നീട്ടി കാണിച്ചേ. റെഡ് കളർ നല്ല ഷേപ്പ് ഇട്ട വഴി എനിക്കിതാട്ടോ ഇപ്പം എൻ്റെ അവസ്ഥ. കാണിച്ചു തരാൻ കേട്ടോ. ഞാൻ കണ്ടില്ലേ, ഇതാണ് ഇപ്പം എൻ്റെ അവസ്ഥ.
എന്താണെന്തോ ഗൈസ്, ഞാൻ റെഡ് കളർ കൊടുത്തപ്പോൾ പിങ്കാണ് കിട്ടിയത്. കാരണം വൈറ്റ് അല്ലേ, കോൺഫ്ലവർ വൈറ്റാണ്. അപ്പം എനിക്ക് പിങ്കാണ് കിട്ടിയത്. നിങ്ങൾ വിചാരിക്കണമല്ലോ, നല്ല രസമാണ് കേട്ടോ ഇത് വെച്ച് കളിക്കാൻ. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യും കേട്ടോ. കണ്ടല്ലേ, സ്പൂണിൽ റിലീസായി പോകുന്നുണ്ട് പെട്ടെന്ന്. നമുക്കിൻ്റെ സ്പൂണ് കയ്യിൽ വയ്ക്കാം. അല്ല, റെഡ് കളർ പോകുന്നുണ്ട്, നല്ലപോലെ പോകുന്നുണ്ട്. നമുക്ക് നമ്മളുടെ കലാവിരുത് തുടങ്ങാം. ഓ, എന്ത് സമാധാനം. ഇത് ജയിച്ചപ്പോൾ എന്ത് സമാധാനം. ഇനി നമുക്ക് റിവ്യൂ കൊണ്ടു കൊടുക്കാം ഗൈസ് അമ്മയുടെ അടുത്ത്. അപ്പം ഞാനിവിടെ നമുക്ക് എൻ്റെ കൈ ഇങ്ങനെ വയ്ക്കുമ്പോഴിങ്ങനെ റിലീസാവുന്ന, പക്ഷെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യുന്നു കേട്ടോ. അത് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യുന്നു, അതാണ് വേറെ കാര്യം. എന്നെ കണ്ടില്ലേ, അതിലൊക്കെ പറ്റി. ഞാൻ കണ്ട ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് റിവ്യൂ ഉണ്ട് അമ്മയെ കാണിക്കാം. പക്ഷെ അപ്പം നമുക്ക് ഇതിൻ്റെ കുറുമ്പി ചാനൽ വരുന്നുണ്ട് അമ്മയില്ല. അപ്പം നമുക്ക് ഞങ്ങളുടെ കാണിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ അമ്മ തൊട്ടില്ല, അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് വെക്കേഷൻ ടൈമിൽ ക്ലാസ്സൊന്നും ഇല്ലാതിരിക്കുകയാണ് ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിൽക്കണ്ട, നമുക്ക് നല്ല രസമാണ്. ചുമ്മാ വീട്ടിലെ ഫോൺ നോക്കണമെന്ന് ഇരിക്കുക, ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇപ്പോൾ കറണ്ട് പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നതിന്. കണ്ട ഇതേപോലെ കണ്ട റിലീസാകുമ്പോഴേ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ നേടിയ കണക്ക്. ഇപ്പം നമുക്ക് ഇന്ന് ഞാൻ മാക്സിമം നോക്കാം. ഇന്ന് തൊട്ട് ഞാൻ ചെയ്യാം. ക്രാഫ്റ്റിൻ്റെ സീരീസാണ് ഇപ്പം തുടങ്ങാം കേട്ടോ. നീ ഇത് വച്ചതിന് ശേഷം ഞാൻ തുടങ്ങാം ഗൈസ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ കസിൻ്റെ വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ നമുക്ക് ഇതായിരിക്കും എൻ്റെ വീട്ടിൽ കുറച്ച് നാൾ കണ്ട. അയ്യോ, നിങ്ങൾ റിലീസാകുമ്പോൾ സന്തോഷമാണ്. നല്ല രസമായിട്ടോ. എനിക്കിങ്ങനെ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒന്നും ഫ്ലോപ്പാവാതെ കിട്ടിയത്. ആദ്യമായിട്ട് ഏറ്റവും ഫസ്റ്റ് തന്നെ എനിക്കിങ്ങനെ ഫ്ലോപ്പാവാതെ കിട്ടി. ഇനി നമുക്ക് ഞാൻ ഈ ചെയ്ത സ്പൂൺ ഉണ്ടല്ലോ, അത് ഇവിടെ ഫുള്ള് കത്തിയിരിക്കുന്നത്, അതൊക്കെ നമുക്ക് ചെയ്തിട്ട് കഴുകാം. അല്ലെങ്കിൽ ഇപ്പോൾ അത് അതുപോലെ കഴുകി ഇനി ആവശ്യത്തിന് അത് ഇനി വേണ്ടത്ര ഞാൻ ഒഴിച്ചു വെക്കും വെള്ളം. നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. പിന്നെ വെള്ളം കുറയാനും വെള്ളം കൂടാനും പാടില്ല. ഇതേപോലത്തെ പെയിൻറ്റ് കൺസിസ്റ്റൻസി തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പെയിൻറ്റ് എങ്ങനെയാണ് ഒരിക്കലും പെയിൻറ്റിൻ്റെ ആ മുത്തപ്പനായിട്ട് വരും ഇങ്ങനെ പെയിൻറ്റിൻ്റെ കളറിൽ. ഇതിങ്ങനെ ഇട്ടിങ്ങനെ ആക്കാൻ നല്ല രസമാട്ടോ. ചെയ്തതാണെങ്കിൽ ഒന്നും കൂടെ ചെയ്ത് നോക്കുക, നല്ല രസമാണ് ഇതിങ്ങനെ ചെയ്യാൻ. ഞാൻ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം മാത്രം നന്നായിട്ട് കിട്ടി, അതെന്തൊരു ഒരു ഇമ്മണി പ്രാവശ്യം. പക്ഷെ ഇപ്പം എനിക്ക് 3ാമത്തെ പ്രാവശ്യം ഞാൻ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇത്ര തന്നെയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വേണ്ട, കൊച്ചു കുനിൻ്റെ അച്ഛനൊരു കച്ചവടം പോയി. ആദ്യം ചെയ്തത് മാത്രം കണക്കായി കിട്ടി. ഇത് ഞാൻ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം. ഇത് ബബിൾ, അത് നിങ്ങൾ കൂട്ടണ്ട. നിങ്ങൾ കണ്ടില്ലേ, ഇത് അത്രയും ഇപ്പം ചെയ്ത സാധനങ്ങളാണ്. എനിക്ക് ഈ വിളക്കാണ് ഒരു വാട്ടർ മൂവ് ചെയ്യുന്ന പോലെ തോന്നുന്നു. പക്ഷെ അങ്ങനെയൊന്നും തോന്നൂല ഗൈസേ. ഉള്ള കാര്യം പറയാമല്ലോ, എടുത്താൽ പിന്നെ നമ്മൾ എടുത്തുകൊണ്ടേ ഇരിക്കും. കാരണം കണ്ട എനിക്ക് ഇതിനെ എടുക്കാൻ പറ്റണില്ല, കാരണം റിലീസാവുന്നുണ്ട് പെട്ടെന്ന് അല്ല. നമ്മൾ സോളിഡ് ആണെന്നാണ് വിചാരിക്കണം, പക്ഷെ ഇത് റിലീസാവും. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ സ്കൂളിൽ പോയിട്ട്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ പറയാം. ഇത് കണ്ടില്ലേ, നല്ല രസമാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കൊച്ചുകുനിൻ്റെ അച്ഛനൊരു കച്ചവടമായി. ആദ്യമായിട്ട് ചെയ്തതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇനി നമുക്കിവിടെ ക്ലീൻ ആക്കാം ഗൈസ്. കാണിച്ചു തരുക. പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എനിക്ക് ഇറങ്ങിക്കൂടെ. കണ്ട ഞാൻ റിലീസാകുന്നുണ്ട്. എനിക്കങ്ങനെ വേണ്ട, ഞാൻ റിലീസാവണ്ട ഇങ്ങനെ ഇരുത്താൽ മതി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കണ്ട കൈ ഫുള്ള് ഞാൻ റിലീസായി പോകുന്നുണ്ട്. ഇപ്പം എന്ത് ചെയ്യാം, അപ്പം ഇങ്ങനെ ചെയ്തോ. അപ്പം ഞാൻ ഉരുട്ടിയെടുക്കാം കേട്ടോ. നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ നമ്മൾ ഉരുട്ടി എടുത്തിട്ട് ഇനിയിങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട്
ഇത് അടിപൊളി കേട്ടോ. ഇത് നിങ്ങൾ നോക്കിക്കണേ. കണ്ട ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത് എനിക്കിത് കാണാൻ പറ്റിയേ. പിന്നെ ഈ ബ്ലോക്ക് കുറച്ച് ആളത്തേക്ക് എനിക്ക് ട്രെൻഡിങ് ആയിരിക്കും, നിങ്ങൾക്കല്ലേ എനിക്ക് ട്രെൻഡിങ് ആയിരിക്കും കേട്ടോ. ഇതൊന്നും കൂടെ ചെയ്ത് നോക്ക്, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. പിന്നെ പിങ്ക് കളറായി, റെഡിന്ന് പിങ്കിലോട്ടായി. ഇപ്പം ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാണ്. കാരണം നമുക്ക് വെളിയിൽ കൊണ്ടുപോയിട്ട് ശരീരം ചേട്ടൻ ഇങ്ങനെയാണ് ഫുള്ള് ക്ലീനാക്കാം. പെയിന്റ് അടിക്കാൻ ഭയങ്കര പാടാണ്. എനിക്കിത് ഒക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തത് ഒക്കെ നല്ലപോലെ ചെയ്ത് കോൺഫ്ലവർ ഒന്ന് ജസ്റ്റ് ഒരു മിങ്കിൾ ആക്കണം. അതിൻ്റെ ബാക്കിലോട്ട് കാണാൻ പറ്റില്ലല്ലോ അല്ലേ. ഇതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് വരാം. തുറക്കാട്ടോ ഫ്രിഡ്ജ് തുറന്നിട്ട് നമുക്ക് ഇവിടെ ഇരിക്കട്ടെ ഈ സാധനം. അപ്പോൾ നമുക്ക് ഇനി ഈ പെയിൻറ്റും കൂടെ കൊണ്ട് വെച്ചിട്ട് ഇവിടെ ഫുള്ള് ക്ലീൻ ആക്കാം. ഇനി എനിക്ക് പറ്റില്ല ക്ലീൻ വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. നമുക്കിത് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ ശേഷം നമുക്കിത് കഴിക്കാം. ഞാൻ കഴിക്കാം. ഫുള്ള് ക്ലീനാക്കാട്ടോ. അല്ലെങ്കിൽ വേണ്ടേ ഞാൻ ഫുള്ള് ക്ലീനാക്കി. മറ്റേ സംഭവത്തിൻ്റെ ഇല്ലായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ. ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ. ഇനി നിങ്ങൾ മസ്റ്റ് ട്രൈ ആട്ടോ. ചെയ്യാത്തവരും ചെയ്തവരൊന്ന് ചെയ്ത് നോക്ക് ഒരു പ്രാവശ്യം. അപ്പോൾ ബൈ.